ഏപ്രിൽ 26-ന് കർണാടകയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന് 2 ദിവസം മുൻപ് എൻ.ഡി.എ സ്ഥാനാർത്ഥി മുൻ പ്രധാനമന്ത്രി ദേവഗൗഡയുടെ കൊച്ചുമകൻ പ്രജ്വൽ രേവണ്ണയുടെ ഒന്നല്ല രണ്ടല്ല 3000-ലധികം ലൈംഗിക വീഡിയോകൾ പുറത്തുവന്നത് വലിയ വിവാദത്തിന് കാരണമായി. ഞായറാഴ്ച പ്രജ്വലിനും പിതാവിനുമെതിരെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് വീട്ടുജോലിക്കാർ കേസ് നൽകി. അതിൽ ഭൂരിഭാഗവും സമ്മതം കൂടാതെ ബലാത്സംഗം ചെയ്തു എന്ന് മാത്രമല്ല, എല്ലാം മൊബൈലിൽ പകർത്തി സൂക്ഷിച്ചു വെച്ച് ബ്ലാക്ക്മെയിൽ കൂടി ചെയ്യുന്നു എന്നും പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രി എച്ച്.ഡി. ദേവഗൗഡയുടെ ചെറുമകൻ കൂടിയാണ് ഇദ്ദേഹം. പ്രജ്വൽ രേവണ്ണയെ സസ്പെൻഡ് ചെയ്യാൻ ജനതാദൾ കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചു. IPC സെക്ഷൻ 354A, 354D, 506, 509 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ലൈംഗികാതിക്രമം, ഭീഷണിപ്പെടുത്തൽ, സ്ത്രീയുടെ മാനം കെടുത്തൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത്. പ്രജ്വൽ രേവണ്ണയും പിതാവ് എച്ച്.ഡി. രേവണ്ണയും തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് ഒരു യുവതി പരാതി നൽകിയിട്ടുണ്ട്. രേവണ്ണയുടെ ഭാര്യ വീട്ടിലില്ലാതിരുന്ന സമയത്ത് സ്പർശിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതിക്കാരി പറയുന്നത്. വീഡിയോയിൽ 68 വയസ്സ് പ്രായമായ വീട്ടുവേലക്കാരിയെ പ്രജ്വല കയറി പിടിച്ചപ്പോൾ അവർ പറയുന്നുണ്ട്, മോനെ, ഞാൻ നിന്റെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ ഭക്ഷണം വിളമ്പിയ ആളാണ്, എന്നെ വെറുതെ വിടണം. എന്നിട്ടും ബലാത്സംഗം ചെയ്തു എന്ന് മാത്രമല്ല, എല്ലാം മൊബൈലിൽ പകർത്തി സൂക്ഷിച്ചു വെച്ച് ബ്ലാക്ക്മെയിൽ കൂടി ചെയ്യുന്നു. ഈ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സെക്ഷൽ സ്കാമാണ് ഹസനിൽ നിന്നുള്ള എൻ.ഡി.എ സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. ഇയാളെക്കുറിച്ചാണ് നരേന്ദ്രമോദി കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചത്. രേവണ്ണയ്ക്ക് ഒരു വോട്ട് കൊടുത്താൽ അത് മോദിക്കുള്ള വോട്ടാണ്. എനിക്ക് പ്രജ്വലിനെ ഇന്ത്യൻ പാർലമെന്റിൽ വേണമെന്ന്. വോട്ടിംഗ് കഴിഞ്ഞ് പോലീസ് വീട്ടിൽ എത്തുന്നതിന് മുൻപ് സ്വകാര്യ വിമാനത്തിൽ ഇയാൾ ജർമ്മനിക്ക് മുങ്ങി. പക്ഷേ സ്മൃതി ഇറാനിക്ക് മിണ്ടാട്ടമില്ല. ദേശീയ വനിതാ കമ്മീഷനോ അതിൻ്റെ അധ്യക്ഷയ്ക്കോ വിഷയം അറിഞ്ഞിട്ടില്ല. ബേട്ടി ബച്ചാവോ നാരിശക്തി എന്ന് വിളമ്പുന്ന നരേന്ദ്രമോദി നാളിതുവരെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. സംഘപരിവാറിൻ്റെ കാര്യാലയത്തിൽ നിന്ന് ഇട്ടുകൊടുക്കുന്ന ബിസ്ക്കറ്റ് മാത്രം കഴിക്കുന്ന ദേശീയ മാധ്യമങ്ങൾ വിഷയം ചർച്ചയ്ക്കും എടുത്തിട്ടില്ല. അതുകൊണ്ട് സോഷ്യൽ മീഡിയയാണ് ഏക ആശ്രയം. ഈ രാജ്യത്തെ ഏറ്റവും വലിയ ബലാത്സംഗ വീരനെ BJP തണലിൽ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ സമൂഹ മനസാക്ഷി ഉണരേണ്ടതുണ്ട്.